ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ്. ഞങ്ങളെ ഫാമിലി ഫ്രണ്ട് ഇവിടെ ഉണ്ട്, സലീമ ചേച്ചി. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ ഒരു വീഡിയോയിൽ ആൾ ബിരിയാണി റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ ഹസ്ബൻഡ് വയ്യാണ്ട് ഇവിടെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണാൻ വന്നതാണ്. സോ ക്രീപ്പി, ഹീസ് സേയിങ് ഇറ്റ് ഇസ് ക്രീപ്പി. അവന് 50 അല്ല 87. ഈ സാധനം ഹിമാചൽ പ്രദേശായി പോയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു മുസ്ലിം IPS ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചവൾ, അവളുടെ കണ്ണിൽ അവൾ പൂക്കളെയും മൃഗങ്ങളെയും സ്നേഹിച്ച് നമുക്ക് പറയുന്നത് ഈ മാസം കേരളത്തിൽ ഭയങ്കര പ്രശസ്തിയാകുമായിരുന്നു. അതായില്ല എന്നുള്ളതാണ് എൻ്റെ പരാതി. അതുകൊണ്ട് അത് ആക്കാൻ ശ്രമിക്കുന്നത്. ഇന്ന് പുട്ടും അതേപോലെ തന്നെ മീൻകറിയുമാണ് കേട്ടോ. അപ്പോൾ ഇന്നതാ പുട്ട് ആൻഡ് മീൻ കറിയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പുട്ടും മീൻകറി നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സോ ടുഡേ സാറ്റർഡേ 11th Jan ആണ്, സെക്കൻഡ് സാറ്റർഡേ ആണ്. അപ്പോൾ സ്കൂളൊന്നുമില്ല. പിന്നെന്താ, ഇന്ന് രാവിലെ നമുക്ക് പുട്ടും മീൻകറിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. ആൻഡ് ഇപ്പോൾ സമയം 11 മണിയായിട്ടുണ്ടാകും ഞാൻ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ബീഫും നെയ്ച്ചോറുമാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ബീഫിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ ആയിട്ടുണ്ട്, അതായത് ചെയ്യാനുണ്ട്. ദെൻ ഇന്ന് ഇരിങ്ങാലക്കുട പള്ളിപ്പെരുന്നാളാണ്. ഇന്ന് നാളെ മറ്റന്നാളുണ്ട്. പക്ഷേ നമ്മളിന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. വൈകിട്ട് ഒന്ന് ജസ്റ്റ് അവിടെയൊക്കെ പോയി വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. നടക്കില്ലെന്ന് എനിക്കറിയില്ല, നല്ല തിരക്കുമായിരിക്കും. എന്തായാലും പറ്റുവാണെങ്കിൽ ഞാൻ വീഡിയോസ് എടുക്കാൻ നോക്കാം. അപ്പം ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ എന്തായാലും നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്ത് തരാം. എന്തൊക്കെയാണ് എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും പറ്റുന്നത് ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ. പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഹോസ്പിറ്റലിൽ പോയിട്ട് സലിമേച്ചിനെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോരാണ് ചെയ്തത് വീട്ടിലേക്ക്. പിന്നെ വേറെ പ്രത്യേകിച്ച് എവിടെയും നിന്നൊന്നുമില്ല. പിന്നെ ഹോസ്പിറ്റലിൽ പോയതുകൊണ്ട് ഞാൻ അവിടുത്തെ വീഡിയോസ് എടുക്കണ്ടെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ വീഡിയോസ് എടുക്കണ്ടെന്ന് കരുതിയിട്ടാണ് വീഡിയോസ് എടുക്കാഞ്ഞത്. ദെൻ അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളിൽ നമുക്ക് പോകാം. അപ്പോൾ ബീഫ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വിക്രമാണ് കട്ട് ചെയ്യുന്ന പരിപാടികളൊക്കെ ആളാ ചെയ്യുക. അതിപ്പോൾ മീൻ നന്നാക്കുന്നത് അതുപോലെ ബീഫ് കട്ട് ചെയ്യുന്നതൊക്കെ ആളാ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മസാലയൊക്കെ പുരട്ടി നമുക്ക് വേവിച്ചെടുക്കണം. പിന്നെ നെയ്ച്ചോറിൻ്റെ കാര്യം നോക്കണം. അങ്ങനെ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ നെയ്ച്ചോറിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കാഷ്യൂനട്ട് ഫ്രൈ ചെയ്തത് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഭയങ്കര ഇഷ്ടം, എനിക്ക് ഇഷ്ടമല്ല കാഷ്യൂനട്ട് ഫ്രൈ ചെയ്ത് കഴിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങളിലൂടെ ആകെ അലങ്കോലമായിട്ടാണ് കിടക്കണം. ക്ലീൻ ചെയ്യണം. പഴംപൊരി ബീഫ് കഴിക്കാൻ പോവാണ് അല്ലേ? ബീഫ് കഴിച്ചു. എങ്ങനെയുണ്ട്? അത് നന്നായി കുട്ടി കഴിക്കും അല്ല? അതിന് കരയാണല്ലോ. എന്താ മോനെ ഇതിൻ്റെ വിഷമം? പഠിക്കേണ്ട കാര്യം പറഞ്ഞപ്പോഴാണ്? ആണോടാ കുട്ടി? ഇങ്ങോട്ടൊന്ന് തിരിയൂ, ഫേസ് ഒന്ന് കാണട്ടെ. അനു, പഠിക്കേണ്ട കാര്യം പറയുമ്പോൾ കുട്ടിക്ക് ഭയങ്കര വിഷമമാണ്. അതായത് എന്ത് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു, പക്ഷെ പഠിക്കേണ്ട കാര്യം അതും മലയാളമാണ് പഠിക്കുന്നത്. അതുകൊണ്ട് സങ്കടം സഹിക്കാൻ പറ്റില്ല. അല്ലടാ, ഞങ്ങൾ ഇന്ന് പെരുന്നാളിന് പോകണം എന്ന് വിചാരിച്ചിട്ട് സത്യം പറഞ്ഞ വിക്രം ഇവിടെ ഇല്ല. അല്ലേ? വർത്താനം പറയേ അനു, നമുക്ക് വർത്താനം പറയണ്ടേ? ഇതെന്തത് ഫേസ് കാണിക്കാത്തവളോ? ചിരിക്കുന്നതിനിടയിൽ
ഞങ്ങൾക്ക് നിരിങ്ങാലക്കൂടെ പള്ളി പെരുന്നാളാണ്. പക്ഷേ ഞങ്ങൾ പോയില്ല ഇത് ഇപ്പം എത്ര മണിയായതാ? 9 മണിയാകാൻ പോകണം. എനിക്ക് തോന്നില്ല ഇന്ന് പോകാൻ പറ്റും. വിക്രൗണ്ട് ഇല്ല, ഒരാളെ കാണാൻ വേണ്ടി അങ്കമാലി വരെ പോയിരിക്കുകയാണ്. അതുകൊണ്ട് പോകാൻ സാധ്യതയില്ല. ഇനിയിപ്പോൾ വരുമ്പോൾ രാത്രി ഇതെന്തൊരു സങ്കടം, ശരിക്കും സങ്കടമാണോ? എന്തിനാ കുട്ടിക്കറിയുന്നത് പറയൂ? ബിക്കോസ് ഓഫ് പഠിക്കാൻ പറഞ്ഞതിനാണോ അതോ കുറച്ച് കാര്യങ്ങൾ ഉപദേശിച്ചതിനാണോ? അതിന് പറയേ. ദിസ് ഈസ് വെരി ബാഡ്. ആർക്കും ഇഷ്ടമില്ല കരച്ചിലൊന്നും ഒരാൾക്ക്. വെരി ബാഡ്, വെരി ബാഡ്. കരയാൻ പാടില്ല. ബി ബ്രേവ്. അതിനിടയിൽ കൂടെ ചിരിയും വരുന്നുണ്ട്. മലയാളം നമുക്ക് തീരെ പറ്റുന്ന ഒരു പരിപാടിയല്ല. മലയാളം എന്നെക്കൊണ്ട് കഴിയില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് മലയാളം പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാ കുട്ടികൾക്കും അങ്ങനെ തന്നെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ മലയാളം ഈ പറഞ്ഞ പോലെ ഒത്തിരി പാട് തന്നെയാണ് പറയണം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പഠിക്കണ്ടേ അല്ലടാ. എന്ത് നിനക്കറിയണേ? ഞാൻ നിനക്ക് ബീഫും ബ്രെഡും തരാമെന്ന് പറഞ്ഞില്ലേ? ഞാൻ നിനക്കറിയണത് ഗുഡ് ബോയ് അല്ലേ? അമ്മമ്മ ഗുഡ് ബോയ് ആണല്ലോ അല്ലേടാ ചുറ്റേ? ഒന്നും മിണ്ടൂലേ? അങ്ങനെ പഠിപ്പിക്കാൻ എത്തി കഴിഞ്ഞ ഇതാണ് ഇവിടുത്തെ കാര്യം. അതാണ്